ഷിസൂസ് കിഡ്സ് വേൾഡ്, a complete kids channel. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പ്രശസ്ത സംഗീത സംവിധായകനായ മോഹൻ സിത്താരയെ പറ്റിയാണ്. തൃശൂർ ജില്ലയിൽ പെരുവല്ലൂർ കല്ലത്തോടിൽ കുമാരന്റെയും ദേവകിയുടെയും മകനായി 1959 മോഹൻ സിത്താര ജനിച്ചത്. ദാരിദ്ര്യത്തിനിടയിലും സംഗീതം കൊണ്ട് സമ്പന്നമായ കുട്ടിക്കാലമായിരുന്നു മോഹന്റേത്. സ്കൂളിൽ ചെറു ക്ലാസ്സുകളിൽ തന്നെ പദ്യങ്ങൾ സ്വന്തം ഈണത്തിലായിരുന്നു ചൊല്ലിയിരുന്നത്. ഇത് ശ്രദ്ധിച്ച അധ്യാപിക സുനന്ദാബായി ടീച്ചർ കോഴി കൂവണ കേട്ടില്ലേ എന്നൊരു ഗാനം എഴുതി കൊടുക്കുകയും 6ാം ക്ലാസ്സുകാരനായ മോഹനെ കൊണ്ട് ഈണമിട്ട് പാടിപ്പിക്കുകയും ചെയ്തു. അധ്യാപകർക്കും കുട്ടികൾക്കും ഈ ഗാനം ഇഷ്ടപ്പെടുകയും ചെയ്തു. ജ്യേഷ്ഠൻ സിത്താർ പഠിക്കാൻ പോയിരുന്ന KG സത്താർ എന്ന അധ്യാപകന്റെ കീഴിൽ ഹിന്ദുസ്ഥാനി വയലിൻ പഠിക്കാൻ വൈകാതെ മോഹനും ചേർന്നു. വയലിൻ നന്നായി വായിച്ചു തുടങ്ങിയതോടെ അധ്യാപകൻ തന്റെ പരിപാടികൾക്ക് മോഹനെയും കൂട്ടി തുടങ്ങി. വയലിന്റെ കൂടെ കോങ്കോ ഡ്രംസും വേദികളിൽ വായിച്ചിരുന്നു. 12-13 വയസ്സുള്ള ഒരു പയ്യൻ സ്റ്റേജിൽ ഓടി നടന്ന് വിവിധ ഉപകരണങ്ങൾ വായിക്കുന്നത് കാണികളിൽ കൗതുകം ജനിപ്പിക്കുകയും അതുവഴി കുടുംബത്തിന് ആശ്വാസമാകുന്ന ചെറിയ വരുമാനം ലഭിക്കുകയും ചെയ്തു. ഗാനഗന്ധർവൻ യേശുദാസിന്റെ തിരുവനന്തപുരത്തുള്ള തരംഗനിസരി സ്കൂളിൽ ഇതിനോടകം സിത്താർ അധ്യാപകനായി ജോലി ലഭിച്ച ജ്യേഷ്ഠന്റെ പുറകെ 1977 ക്ലാസിക്കൽ വയലിൻ വിദ്യാർത്ഥിയായി മോഹനും എത്തിച്ചേർന്നു. 4 വർഷത്തെ സംഗീത കോഴ്സ് പൂർണ്ണമായും സൗജന്യമായി പഠിക്കാൻ യേശുദാസ് അവസരവും നൽകി. കഠിനാധ്വാനത്തിലൂടെ സ്വന്തം ബാച്ചിലെ ഏറ്റവും നല്ല വയലിനിസ്റ്റായി മാറിയ മോഹൻ അപ്രതീക്ഷിതമായി അവിടെ തന്നെ വയലിൻ അധ്യാപകനായി മാറി. പെരുമ്പാവൂർ G. രവീന്ദ്രനാഥിന്റെ അടുത്തു നിന്നും കർണാടക സംഗീതവും പഠിച്ചെടുത്തു. 1981 തരംഗിണി റെക്കോർഡിംഗ് സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് ആരംഭിച്ചതോടെ റെക്കോർഡിങ്ങുകൾക്ക് വയലിൻ വായിക്കുവാനും ദക്ഷിണാമൂർത്തി സ്വാമി, MG രാധാകൃഷ്ണൻ, പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ്, ആലപ്പി രംഗനാഥ് തുടങ്ങിയ സംഗീത സംവിധായകരുടെ സഹായിയായും ഓർക്കസ്ട്ര അറേഞ്ചറായും ഒക്കെ പ്രവർത്തിക്കുവാനും തുടങ്ങി. ഇതിന്റെ ഒപ്പം സിത്താര എന്ന സംഗീത സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും യേശുദാസ്, ജയചന്ദ്രൻ അടക്കമുള്ളവരുടെ ഗാനമേളകൾക്ക് അകമ്പടി സേവിക്കുകയും ചെയ്തു. സിത്താര സംഘത്തിന്റെ പരിപാടികൾക്ക് ഇടയ്ക്ക് മിമിക്രി അവതരിപ്പിക്കുവാൻ വന്നവരിൽ ഒരാൾ പിൽക്കാലത്ത് സംവിധായകനായി പ്രസിദ്ധനായ TK രാജീവ് കുമാർ ആയിരുന്നു. വൈകാതെ നവോദയ പ്രൊഡക്ഷനിൽ എത്തിച്ചേർന്ന രാജീവ് കുമാർ വഴിയാണ് മോഹൻ സിത്താരയുടെ ചലച്ചിത്ര പ്രവേശനം. 1986 നവോദയ നിർമ്മിച്ച് രഘുനാഥ് പല്ലേരി തിരക്കഥ എഴുതിയ സംവിധാനം ചെയ്ത 1 മുതൽ 0 വരെയാണ് മോഹൻ സിത്താരയുടെ ആദ്യത്തെ ചലച്ചിത്രം. സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾ ഒരുക്കണമെന്നൊന്നും അറിയിക്കാതെയാണ് രാജീവ് കുമാർ മോഹനെ എറണാകുളത്തേക്ക് വരുത്തിയത്. നിർമ്മാതാക്കളെയും സംവിധായകനെയും കണ്ട മോഹനോട് ഒരു താരാട്ട് ഗാനത്തിന് പറ്റിയ ഈണം ഉണ്ടാക്കാമോ എന്നാണ് ചോദിച്ചത്. 2 മനോഹര ഈണങ്ങളാണ് മോഹൻ അവരെ കേൾപ്പിച്ചത്. അതിൽ 2ാമത്തെ ഈണം ഇഷ്ടപ്പെട്ടുവെന്നും തങ്ങളുടെ സിനിമയിൽ ഉപയോഗിക്കാൻ പോകുന്നുവെന്നും പറഞ്ഞപ്പോഴാണ് താൻ സിനിമാ സംഗീത സംവിധായകനാകാൻ പോകുന്നുവെന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കിയത്. ഈ ഈണത്തിലേക്ക് ONV വരികൾ എഴുതുകയും G. വേണുഗോപാലിന്റെയും ചിത്രയുടെയും ശബ്ദത്തിൽ പുറത്തു വരികയും ചെയ്ത രാരീ രാരീരം രാരോ വളരെയധികം ശ്രദ്ധ നേടി. ഇതിൽ നിരസിക്കപ്പെട്ട ആദ്യ ഈണമാണ് പിൽക്കാലത്ത് കുടുംബപുരാണം എന്ന ചിത്രത്തിൽ താലോലം താനേ താരാട്ടും എന്ന് തുടങ്ങുന്ന ഗാനമായി മാറിയത്. തന്റെ പേരിന്റെ കൂടെ സിത്താര എന്നുകൂടി ചേർത്ത വിവരം മോഹൻ അറിഞ്ഞത് സിനിമയുടെ പ്രൊമോഷൻ വാർത്തകളിലൂടെയാണ്. ഈ സിനിമയുടെ പശ്ചാത്തല സംഗീതം ഒരുക്കേണ്ട ചുമതലയും മോഹന്റെ ചുമലിൽ വന്നത് അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും അവിടെയും അദ്ദേഹം ശോഭിച്ചു. തൊട്ടടുത്ത വർഷം ഇറങ്ങിയ വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിലെ ഇലകൊഴിയും ശിശിരത്തിൽ മികച്ച രീതിയിൽ സ്വീകരിക്കപ്പെട്ടതോടെ കൂടുതൽ അവസരങ്ങൾ അദ്ദേഹത്തെ തേടി വന്നു തുടങ്ങി. ലളിതവും ഫോക്ക് സ്പർശവുമുള്ള ഈണങ്ങളായിരുന്നു മോഹൻ സിത്താരയുടെ ഗാനങ്ങളുടെ സവിശേഷത. ചാണക്യൻ, ഹിസ് ഹൈനസ് അബ്ദുള്ള തുടങ്ങിയ ചിത്രങ്ങളിലെ പശ്ചാത്തല സംഗീതം ശ്രദ്ധിക്കപ്പെട്ടതോടെ തിരക്ക് വർദ്ധിച്ചു. വൻ താരനിരകളില്ലാത്ത ചെറിയ കുടുംബഹാസ്യ ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് 90കളിൽ മോഹൻ സിത്താര കൂടുതലായും പ്രവർത്തിച്ചത്. 90കളുടെ അവസാനത്തോടെ ദീപസ്തംഭം മഹാശ്ചര്യം, മഴവില്ല്, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളെല്ലാം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടതോടെ ഏറ്റവും തിരക്കുള്ള സംഗീത സംവിധായകനായി മാറി. 2000ങ്ങളുടെ പാതി വരെ
അത് തുടരുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് വിധു പ്രതാപ്, ജ്യോത്സന, അഫ്സൽ, ഫ്രാങ്കോ തുടങ്ങിയ ഒരുപിടി പുതുമുഖ ഗായകരെ വെച്ച് പുതുതലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഗാനങ്ങൾ ചെയ്ത് മോഹൻ സിത്താര തരംഗം തീർത്തത്. 3.5 പതിറ്റാണ്ടായി മലയാള സിനിമയിൽ സജീവമായി തുടരുന്ന മോഹൻ സിത്താര 200-നടുത്ത് സിനിമകൾക്ക് വേണ്ടി 700-ലധികം ഗാനങ്ങൾക്ക് ഈണം നൽകിയിട്ടുണ്ട്. സൂഫി പറഞ്ഞ കഥ എന്ന ചിത്രത്തിലെ തിക്കിനി കോലായ എന്ന ഗാനത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. മകൻ വിഷ്ണു മോഹൻ സിത്താരയും അച്ഛന്റെ വഴി പിന്തുടർന്ന് സിനിമയിൽ സംഗീത സംവിധായകനായി പ്രവർത്തിക്കുന്നു.